വെൽക്കം ടു സിമ്പിൾ വേൾഡ് ഓഫ് സാൻസ്ക്രിറ്റ്. ഇന്ന് 5ാം ക്ലാസ്സിലെ 2ാം പാഠമായ അവധാനേന കർത്തവ്യം എന്ന പാഠത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും നമുക്ക് നോക്കാം. അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. പഠന പ്രവർത്തനം ആരംഭിക്കുന്നത് 24ാമത്തെ പേജിലാണ്. ഒന്നാമത്തെ പ്രവർത്തനം എന്താണെന്ന് നോക്കൂ. കഥായാഹ ആശയാനുസാരം പദം ചിത്രേണ സഹ യോജയതു. നമ്മൾ ഈ പഠിച്ച കഥയുണ്ടല്ലോ, ആ കഥയുടെ ആശയമനുസരിച്ച് പദങ്ങൾ ചിത്രത്തിൻ്റെ കൂടെ. അപ്പോൾ ഈ കഥയിൽ പറയുന്ന 2 പ്രധാനപ്പെട്ട ക്യാരക്ടറാണ് സിംഹവും ഈ കുറുക്കനും. അവരുടെ പ്രവർത്തികൾ അല്ലെങ്കിൽ അവരുടെ സ്വഭാവത്തെ ആധാരമാക്കിയാണ് ഈ പ്രവർത്തനം നമ്മൾ ചെയ്യേണ്ടത്. നോക്കൂ, ആ കോളങ്ങളിൽ കൊടുത്തിരിക്കുന്ന വാക്കുകൾ വിവേകി, ബുഭുക്ഷിത, ഗർജതി, പാദചിഹ്നാനി പശ്യതി എന്നിവയാണ്. വിവേകി എന്നാൽ വിവേകമുള്ളവൻ അല്ലെങ്കിൽ ബുദ്ധിയുള്ളവൻ എന്നർത്ഥം. ബുഭുക്ഷിത എന്ന് വെച്ചാൽ വിശന്നവൻ എന്നർത്ഥം, വിശന്നു വലഞ്ഞവൻ അല്ലെങ്കിൽ വിശന്നവൻ. അടുത്തത് ഗർജതി, ഗർജിച്ചു. അടുത്തത് പാദചിഹ്നാനി പശ്യതി, എന്താണ് പാദമുദ്രകൾ അല്ലെങ്കിൽ എന്താണ് കാൽപ്പാടുകൾ കണ്ടു എന്നാണ്. ഇങ്ങനെ നോക്കുമ്പോൾ വിവേകി ആരാണ്, ബുദ്ധിയുള്ളവൻ ആരാണ് ഈ കഥയിലെ? അത് കുറുക്കനാണ്. അപ്പോൾ കുറുക്കൻ്റെ നേരെ വിവേകി എന്ന വാക്കിനെ വരയ്ക്കണം. ബുഭുക്ഷിത, വിശന്നത് ആർക്കാണ്? വിശന്നവൻ ആരാണ്? സിംഹമാണ്. അപ്പോൾ സിംഹത്തിൻ്റെ നേരെ അത് വരയ്ക്കണം. ഗർജതി, ഗർജിച്ച ആരാണ്? നമുക്കറിയാം, സിംഹമാണ്. അടുത്തത് പാദചിഹ്നാനി പശ്യതി, പാദചിഹ്നങ്ങൾ കണ്ടവാരാണ്? കാൽപ്പാട് കണ്ടവാരാ? കുറുക്കൻ. അപ്പോൾ അതിൻ്റെ നേരെ അങ്ങനെ വരയ്ക്കണം. അപ്പോൾ ഈ പ്രവർത്തനം അവസാനിക്കും. അടുത്ത പ്രവർത്തനം നമുക്ക് നോക്കാം. ഉചിത വർണ്ണലേപനം കരോതു, ഉചിതമായ നിറം കൊടുക്കൂ എന്നർത്ഥം. ചിത്രേ കെ സന്ധി ഇതി വദതു, തന്നെയുമല്ല ചിത്രത്തിൽ ആരൊക്കെയുണ്ട് എന്ന് പറയുകയും ചെയ്യണം. കുട്ടികളപ്പോൾ ഇത് കളർ ചെയ്ത് മനോഹരമായിട്ട് യോജിച്ച കളർ. ആനയ്ക്ക് എന്താണ്, കറുത്ത നിറമല്ലേ കൊടുക്കണ്ടേ? അപ്പോൾ ചുവന്ന നിറം കൊടുക്കാതിരിക്കുക, ഉചിതമായ നിറമാണ് കൊടുക്കേണ്ടത്. അങ്ങനെ ഉചിതമായ നിറങ്ങൾ കൊടുത്തിട്ട് അതിനകത്ത് ആരൊക്കെയാണ് ഈ ചിത്രത്തിൽ കാണുന്ന ജീവികൾ ആരൊക്കെയാണെന്ന് അവർ പറയണം. ഇതാണ് പ്രവർത്തനം. എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് ഓരോ ജീവികളുടെ അവിടെ നമ്പർ ഇട്ട് വെച്ചിട്ടുണ്ട് ഞാൻ. താഴെ അതിൻ്റെ പേരുകളും കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. 1 അവിടെ കാണുന്ന വൃക്ഷത്തിന് മുകളിൽ മയൂരഹയാണ് കാണുന്നത്, അല്ലെങ്കിൽ പിഗഹ അല്ലെങ്കിൽ മയൂരഹ എന്നാണ്. അടുത്ത് മയിലിൻ്റെ താഴെയായിട്ട് നിൽക്കുന്ന ആരാണ്? കരടിയാണ്. കരടിക്ക് എന്താ പറയുക? ഭല്ലൂക്കഹ എന്ന് അവിടെ 2 നമ്പർ ഇട്ട് താഴെ ഞാൻ ഭല്ലൂക്കഹ എന്ന് എഴുതിയിട്ടുണ്ട്. അടുത്ത താഴെ കിടക്കുന്നു, പുല്ലിൽ കിടക്കുന്ന ആരാ? കടുവയാണ് അല്ലേ? കടുവയ്ക്ക് എന്താ പറയുക? വ്യാഘ്രഹ, വായുടെ പകുതി യാ, ദീർഘം ഘ, നടുക്ക് ഋകാരം, വ്യാഘ്രഹ. അടുത്തായിട്ട് അവിടെ കാണുന്നത് ആനയാണ് അല്ലേ? ആനയ്ക്ക് എന്താ പറയുക? ഗജഹ എന്നവിടെ എഴുതിയിട്ടുണ്ട്. അടുത്ത് വലതുവശത്ത് സിംഹമാണുള്ളത്. അതിനുശേഷം ജംബുകഹ അല്ലെങ്കിൽ ശ്രീകാലഹ. പിന്നെ തൊട്ട് വലതുവശത്തായിട്ട് മാൻ നിൽക്കുന്നുണ്ട്. മാനിന് പറഞ്ഞ ഹരിണഹ എന്നാണ്. ഹരിണഹ അല്ലെങ്കിൽ മൃഗഹ എന്നും പറയാറുണ്ട്. അപ്പോൾ ഹരിണഹ. അടുത്തത് മുകളിൽ മരക്കൊമ്പിൽ കുരങ്ങനാണുള്ളത്, വാനരഹ. അങ്ങനെ ഇത്രയും ജന്തുക്കളാണ് അവിടെ നമ്മൾ കാണുന്നത്. അത് കുട്ടികളെ കൊണ്ട് പറയിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അടുത്ത പ്രവർത്തനത്തിലേക്ക് പോകാം. അടുത്ത പ്രവർത്തനം നോക്കൂ. സാഭിനയം കഥാം അവതാരയതു, അഭിനയ സഹിതം കഥ അവതരിപ്പിക്കാനാണ് പറയുന്നത്. കുട്ടികളാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ശരിക്കും ഇവരെ പലതവണ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അത് വായിപ്പിച്ച് ഈ കഥ എന്താണ് ഒരു അഭിനയത്തോടു കൂടി. ഇപ്പോൾ അതിനകത്ത് പറയുന്നുണ്ട്, ആദ്യം തന്നെ സിംഹം വരുന്നുണ്ട്, സിംഹം ബുഭുക്ഷിത എന്നല്ല, അപ്പോൾ വിശന്നു അല്ലേ? അപ്പോൾ വയറിലൊക്കെ ഇങ്ങനെ തടവി ബുഭുക്ഷിത എന്നൊക്കെ അഭിനയിച്ചുകൊണ്ട് അത്തരത്തിൽ പിന്നെ ഗർജനമൊക്കെ ചെയ്തുകൊണ്ട് ഗുഹയ്ക്ക് അകത്തോട്ട് കയറി അല്ലേ? അകത്തോട്ട് കയറുന്ന മാതിരിയൊക്കെ കാണിച്ചുകൊണ്ട് പിന്നെ കുറുക്കൻ വരുന്നുണ്ട്. കുറുക്കൻ പാദചിഹ്നാനി പശ്യതി എന്ന് പറയുമ്പോൾ ഇങ്ങനെ കാണുന്ന പോലെ അല്ലേ, കാൽപ്പാട് കണ്ടവരി ഞെട്ടുന്ന മാതിരിയൊക്കെ അഭിനയിച്ചുകൊണ്ട് ഇത്തരത്തിൽ കുട്ടികൾ അഭിനയ സഹിതമാണ് ഇത് ചെയ്യേണ്ടത്. അത് ടീച്ചർമാർ അത് ചെയ്യിപ്പിക്കണം. പുസ്തകത്തിലെ അതേപടി അതേ വാക്യങ്ങൾ പറഞ്ഞല്ല അത് ചെയ്യിപ്പിക്കേണ്ടത്. എന്താണ്? ലഘു വാക്യങ്ങളായിട്ട് നമ്മൾ അത് പറയാൻ വേണ്ടി ശ്രമിക്കണം. ഉദാഹരണമായിട്ട്, ഏകസ്മിൻ വനി ഏകഃ സിംഹഃ ആസീത്, ഏകദാ സഹ ബുഭുക്ഷിതഃ ഭവതി, സഹ ഭക്ഷണമന്വേഷ്യ അടതി. ഈ അടതി എന്ന് പറയുമ്പോൾ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് അഭിനയിച്ച് ഇത്തരത്തിലാണ് ഈ കഥ അവതരിപ്പിക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ആ രീതിയൊക്കെ നോക്കിയിട്ടാണ് ടീച്ചർമാർ മൂല്യനിർണ്ണയമൊക്കെ നടത്തേണ്ടത്. ഓക്കെ, 26ാം പേജിലുള്ള അടുത്ത പ്രവർത്തനം നോക്കാം. അത് കോഷ്ടകാത് പക്ഷിമൃഗാദീനാം നാമാനി സ്വീകൃത്യ ചിത്രസ്യ അധഃ ലിഖതു എന്നതാണ്. ബ്രാക്കറ്റിൽ നിന്നും പക്ഷിമൃഗാദികളുടെ പേരുകൾ
എടുത്തിട്ട് ചിത്രത്തിൻ്റെ അടിയിൽ എഴുതാനാണ് പ്രവർത്തനം. കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ശശകഃ, ജംബുകഃ, ബഗഃ, ഹരിണഃ, മാർജാരഃ, ഋഷഭഃ, ഭേകഃ, ഗജഃ എന്നിവയാണ്. അത് ശരിയായ രീതിയിൽ പൂരിപ്പിക്കാനായിട്ട് ചുവന്ന മഷിയിൽ, ചുവന്ന നിറത്തിൽ അത് ഓരോന്നും ഏതൊക്കെയാണെന്ന് കൃത്യമായി അവിടെ കൊടുത്തിട്ടുണ്ട്. ആന ഗജഃ, കാള ഋഷഭഃ, മുയൽ ശശകഃ, കൊക്ക് ബഗഃ, പൂച്ച മാർജാരഃ, കുറുക്കൻ ജംബുകഃ, തവള ഭേകഃ, മാൻ ഹരിണഃ എന്നിങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതാണ് അതിൻ്റെ ശരിയായ ക്രമം. ഈ ക്രമത്തിൽ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുക. പേജ് നമ്പർ 27 കാണുന്ന അടുത്ത പ്രവർത്തനം ശബ്ദകോശം നിരീക്ഷ്യ നൂതന പദാനാം അർത്ഥം ടിപ്പണി പുസ്തകെ ലിഖതു എന്നതാണ്. ശബ്ദകോശം നമ്മുടെ പുസ്തകത്തിൻ്റെ തന്നെ 31, 32 പേജുകളിൽ ശബ്ദകോശം കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയിട്ടാണ് ഇത് ചെയ്യേണ്ടത്. 5ാം ക്ലാസ്സിൽ ആദ്യമായിട്ട് സംസ്കൃതം പഠിച്ചു കൊടുക്കുന്ന കുട്ടികൾക്ക് ചിലപ്പോൾ എല്ലാ വാക്കും തന്നെ പ്രയാസമായിരിക്കാം. അങ്ങനെയുള്ള കുട്ടികൾക്ക് ആ ശബ്ദകോശം നോക്കിയിട്ട് അവർക്ക് പരിചയമില്ലാത്ത പദങ്ങളൊക്കെ തന്നെ ഈ നോട്ട് ബുക്കിലേക്ക് നമുക്ക് എഴുതിപ്പിക്കാം. അല്ലാതെ അത്യാവശ്യം ഈ സംസ്കൃതം കേട്ട് പഠിച്ച കുട്ടികൾക്ക്, അത് LPയിലൊക്കെ പഠിച്ചു വന്ന കുട്ടികൾക്ക് ചില വാക്കുകൾ മാത്രമായിരിക്കാം പരിചയമില്ലാത്ത വലിയ പ്രയാസമായി തോന്നുന്നു. ആ വാക്കുകൾ മാത്രമായിട്ട് എഴുതിപ്പിക്കാം. അത് വൈയക്തികമായ കഴിവിനനുസരിച്ചാണ് അത് ചെയ്യിപ്പിക്കേണ്ടത്. ഏകദേശം ഈ വാക്കുകളൊക്കെയാണ് വരാൻ സാധ്യത. ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അന്തഃ, ഏകത, കുതഃ, കർത്തവ്യം, കശ്ചന, കിഞ്ചന, തതഃ, നിലീയ, പാദഛിന്നാനി, പ്രത്യുത്തരം, ബുഭുക്ഷിതഃ, പരീക്ഷിതും. ഇതൊക്കെ നിങ്ങളുടെ ഓരോ കുട്ടികളുടെ ഇതിനനുസരിച്ച് മാറ്റങ്ങൾ വരാം. അപ്പോൾ അത് ആ 31, 32 പേജിൽ നോക്കിയിട്ട് പരിചയമില്ലാത്ത പദങ്ങൾ എഴുതിപ്പിക്കുക എന്നുള്ളതാണ്. ഞാനിവിടെ ഇങ്ങനെ കൊടുത്തു എന്നുള്ളൂ. നിങ്ങളുടെ ഇതിനനുസരിച്ച് അനുയോജ്യമായ രീതിയിൽ കുട്ടികൾക്ക് അത് ചെയ്യാവുന്നതാണ്. നമ്മൾ പണ്ടൊക്കെ ഈ അർത്ഥങ്ങൾ നമ്മൾ നോട്ട് ബുക്കിൽ എഴുതി കൊടുക്കുമായിരുന്നു ചെയ്തതല്ലേ. പക്ഷേ ചില ആൾക്കാർ എഴുതിയും കൊടുക്കില്ല, ചില കുട്ടികൾ എഴുതി എടുക്കില്ല. അപ്പോൾ ഈ അർത്ഥങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ശബ്ദകോശത്തിലെ ഈ പദങ്ങളുടെ അർത്ഥങ്ങൾ ഇങ്ങോട്ട് കയറ്റി എഴുതാൻ വേണ്ടിയിട്ട് പ്രത്യേകം ഒരു പ്രവർത്തനം നമ്മുടെ പുതിയ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ശബ്ദകോശത്തിന് വളരെ പ്രാധാന്യമുണ്ടെന്ന് തന്നെയാണ് ഈ പുതിയ പുസ്തകത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഈ പ്രവർത്തനം കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സംസ്കൃതത്തിലെ നൂതന പദങ്ങൾ, അവയുടെ അർത്ഥങ്ങളൊക്കെ കുട്ടികൾ തിരിച്ചറിഞ്ഞിരിക്കണം. അത് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് മുന്നോട്ടേക്ക് ഓരോ പ്രവർത്തനങ്ങളും ഓരോ കാര്യങ്ങളും അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാനായിട്ട് സാധിക്കൂ എന്ന് തന്നെയാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. 27ാം പേജിൽ കാണുന്ന അടുത്ത പ്രവർത്തനം നമുക്ക് നോക്കാം. മൃഗാണാം ചിത്രാണി സഞ്ചിത്യ ചിത്രപഥകോശം നിർമ്മാതു. ഇത് കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു പ്രവർത്തനമാണ്. എന്താണ്? മൃഗങ്ങളുടെ ചിത്രങ്ങൾ ശേഖരിച്ചിട്ട് അത് ചിത്രപഥകോശം, അങ്ങനെ ഒരു ചിത്രപഥകോശം ഉണ്ടാക്കാനാണ്. പുസ്തകത്തിൽ അത് കൊടുത്തിരിക്കുന്നു. അവിടെ അല്ല നമ്മൾ ഒട്ടിക്കേണ്ടത്. അതൊരു സാമ്പിളാണ്. നിങ്ങൾ അങ്ങനെ ഒട്ടിച്ചാലും പ്രശ്നമില്ല. എന്നാൽ പോലും നമ്മളെല്ലാവരും തന്നെ ഒരു സചിത്ര പുസ്തകം നമ്മൾ ഈ സംസ്കൃതത്തിന് വേണ്ടി ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് വളരെ നല്ലതായിരിക്കും. കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. പുതിയ വാക്കുകൾ പഠിക്കാനും അത് ഏറെ സഹായിക്കും. 1ാം പാഠം മുതൽക്കേ തന്നെ പുഷ്പങ്ങളുടെ പേരുകൾ, ജന്തുക്കളുടെ പേരുകളൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ അത് ശേഖരിച്ചിട്ട് ഒട്ടിച്ച് അതിൻ്റെ താഴെ മനോഹരമായിട്ട് പേര് എഴുതി കഴിയുമ്പോൾ, അവർ തന്നെ എഴുതി കഴിയുമ്പോൾ അതിന് പെട്ടെന്ന് പഠിക്കാൻ വേണ്ടി സഹായിക്കും. മാത്രമല്ല അത് കുട്ടികളെ ഏറെ ആകർഷിക്കുന്ന ഒരു പ്രവർത്തനം കൂടിയാണ്. അപ്പോൾ ഈ സചിത്ര പുസ്തകത്തിൻ്റെ ഒരു സ്കോപ്പ് ഇതിനകത്തുണ്ട്. അപ്പോൾ ഈ പ്രവർത്തനം അങ്ങനെ ചെയ്യേണ്ടതാണ്. വളരെ മനോഹരമായ പ്രവർത്തനമാണ്, കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്നൊരു പ്രവർത്തനം കൂടിയാണ്. ഓക്കെ, അത് ശൃകാലഹ, ഞാനിവിടെ ശൃകാലഹ, വാനരഹ, ഹരിണഹ, ഭല്ലൂകഹ 4 പേര് പടം ശേഖരിച്ച് ഒട്ടിച്ച രീതിയിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചിത്രങ്ങൾ ശേഖരിച്ച്, ഇവിടെ 4 നമ്മുടെ പുസ്തകത്തിൽ കാണുന്നത്. 4 മാത്രമല്ല, അനേകം ചിത്രങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഒട്ടിക്കാം. അതാണ് നല്ലത്. ഇനി 28ാം പേജിൽ കാണുന്ന അടുത്ത പ്രവർത്തനത്തിലേക്ക് പോകാം. അതെന്താണ്? ചിത്രാനുസാരം ക്രിയാപദാനി യോജയതു. ചിത്രത്തിന് അനുസരിച്ച് ക്രിയാപദങ്ങൾ യോജിപ്പിക്കുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് അകാരാന്ത പുല്ലിംഗ ശബ്ദങ്ങൾ, അതായത് ആ എന്ന അക്ഷരത്തിൽ അവസാനിക്കുന്ന പുല്ലിംഗ ശബ്ദങ്ങളുടെ അതിൻ്റെ ഏകവചനവും ദ്വിവചനവും ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ അനുസരിച്ചുള്ള ക്രിയാപദങ്ങൾ, ഏകവചനത്തിലെ ക്രിയാപദ രൂപം, ദ്വിവചനത്തിലെ ക്രിയാപദ രൂപം. ഇതാണ് ഈ പാഠത്തിൽ കുട്ടികൾ പഠിക്കേണ്ടത്. ഏകവചനവും ദ്വിവചനവും പഠിച്ചാൽ മതി. അപ്പോൾ അതാണ് കുട്ടികൾ പഠിക്കേണ്ടത്. അതിനനുസരിച്ചുള്ള പ്രവർത്തനമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് മുൻപേ തന്നെ മറ്റൊരു പ്രവർത്തനത്തിൽ ഞാൻ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഒരാൾ മാത്രം ഒരു കാര്യം ചെയ്യുമ്പോൾ അല്ലേ, അതിനെ ഏകവചനം അല്ലേ, ഏകവചനത്തിൻ്റെ ക്രിയാപദ രൂപം എന്ന് പറയും. അടുത്തത് 2 പേര് കൂടി ഒരു കാര്യം ചെയ്യുമ്പോൾ അത് ദ്വിവചനമാണ് അല്ലേ, ദ്വിവചനത്തിലെ ക്രിയാപദമാണ്. അപ്പോൾ ഇവിടെ നോക്കൂ, ഓപ്ഷൻ നോക്കാം. നൃത്യതി, ഗർജതി, പശ്യതഃ, ധാവതി, ചലതഃ, ഘാതതഃ.
ഈ പ്രവർത്തനം കുട്ടികളെ കൊണ്ട് ചെയ്യിക്കുമ്പോൾ ഏറ്റവും എളുപ്പവും മനസ്സിലാകുന്നത് ആദ്യമേ ചെയ്യിപ്പിക്കുക. ഇവിടെ തന്നെ ഈ ആനകൾ 2 ആനകൾ നിൽക്കുന്നുണ്ടല്ലേ. അപ്പോൾ അത് ആനകളുടെ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ താഴെ 2 കുറുക്കന്മാരും. അവിടെ ചലതഹ പശ്യതഹ ഞാനിവിടെ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് കാണാൻ പാകത്തിന്. പക്ഷേ ചിലപ്പോൾ ഇത് കൺഫ്യൂഷൻ വരാം. ആനകൾ നടക്കുന്ന പോലെ നമുക്ക് തോന്നാം. നോക്കുന്ന പോലെ നമുക്ക് അല്ലേ, അവർ ഇങ്ങനെ നോക്കുന്ന പോലെ നമുക്ക് തോന്നാം. അപ്പോൾ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മളത് ഏറ്റവും എളുപ്പത്തിലുള്ള ആദ്യമേ തന്നെ ചെയ്യുക. സിംഹത്തിന് എന്തായാലും നോക്കുമ്പോൾ തന്നെ അറിയാം ഗർജതി അല്ലേ. അപ്പോൾ അതങ്ങനെ ചെയ്യുക. അപ്പോൾ അങ്ങനെ ഓപ്ഷൻ കിട്ടും. എന്നിട്ട് നമ്മൾ മയൂരഹയുടെ അവിടെ ചെയ്യിപ്പിക്കാം അല്ലേ. നൃത്യതി ഒരാൾ മാത്രം ചെയ്യണം, ആദ്യം ചെയ്യിപ്പിക്കുക. ഗർജതി നൃത്യതി. അടുത്ത് ഹരിണഹ ധാവതി. അപ്പോൾ നമ്മൾ ഏകവചന രൂപങ്ങളെല്ലാം തീയിലാണ് അവസാനിക്കുക. പഠതി ചലതി നൃത്യതി ലിഖതി അങ്ങനെയാണ് അവസാനിപ്പിക്കുക. അപ്പോൾ തീ ഉള്ളതെല്ലാം ഏകവചനമാണ്, ഒരാൾ മാത്രം ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അതാദ്യം ചെയ്യിപ്പിക്കുക. പിന്നെ തഹാന്ന് അവസാനിക്കുന്നതൊക്കെ എന്താണ്, 2 പേര് കൂടി ചെയ്യുന്നത്, അതായത് ദ്വിവചനമാണെന്ന് പറഞ്ഞുകൊണ്ട് വലതുവശത്തുള്ളത് പിന്നീട് ചെയ്യിപ്പിക്കുക. അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് കിട്ടും. അപ്പോൾ അതിൽ ഏറ്റവും എളുപ്പത്തിൽ കിട്ടുന്നത് എന്താണ്, മുയലുകൾ ക്യാരറ്റ് തിന്നുന്നത് അല്ലേ. ഖാദതി എന്ന് വെച്ച് കഴിഞ്ഞാൽ തിന്നുക എന്നാണ്. അപ്പോൾ ഖാതതഹ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പേര് കൂടി തിന്നുന്നതിനാണ് പറയുന്നത്. അപ്പോൾ അത് എളുപ്പത്തിൽ കിട്ടുന്നതുകൊണ്ട് അത് ആദ്യം അങ്ങോട്ട് എഴുതിപ്പിക്കുക. പിന്നെയുള്ള 2 നമുക്ക് കൺഫ്യൂഷൻ വരിക അല്ലേ, ചലതഹയും പശ്യതഹയും. അപ്പോൾ നമ്മൾ അതിന് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കൂ, ആനകളെ നോക്കി അറിയാം കുണുങ്ങി നടക്കുന്ന മാതിരിയാണ് അത് നടക്കുന്നത് അല്ലേ. ഒരെണ്ണത്തിൻ്റെ പിറകെ മറ്റത് വരുന്നത് അല്ലേ. അങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ട് ചലതഹ അല്ലേ, നടക്കുന്നു. അപ്പോൾ ചലതഹ ചലതി ചലതഹ. അടുത്തത് അപ്പോൾ പശ്യതി, കുറുക്കന്മാർ എന്തോ കണ്ട് ഞെട്ടി നോക്കുകയാണ് അല്ലേ, കണ്ണ് മിഴിച്ചാണ് നോക്കുന്നത്. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് പശ്യതിയുടെ ദ്വിവചന രൂപമായ പശ്യതഹ അവിടെ നമുക്ക് എഴുതിപ്പിക്കാം. അങ്ങനെ ഈ പ്രവർത്തനം ഭംഗിയായിട്ട് ചെയ്യുക. 29-ാം പേജിൽ കാണുന്ന അവസാനത്തെ പ്രവർത്തനം ഗ്രന്ഥാൻ തേഷാം കർത്തൃൻ ച പഠിത്വ പ്രശ്നോത്തര കേളിയും കരോതു എന്നതാണ്. അതായത് ഗ്രന്ഥങ്ങളെയും അവ എഴുതിയ കർത്താക്കളെയും, അതായത് രചയിതാക്കളെയും വായിച്ച് മനസ്സിലാക്കിയിട്ട് ഒരു പ്രശ്നോത്തര കേളി, അതായത് ഒരു ക്വിസ് മത്സരം നടത്താനാണ് പറയുന്നത് അല്ലേ. കുട്ടികൾ സിമ്പിളായിട്ടുള്ള വാക്കുകൾ ഉണ്ടാക്കിയിട്ട്, ചോദ്യങ്ങൾ ഉണ്ടാക്കിയിട്ട് ഒരു ചെറിയ ക്വിസ് മത്സരം നടത്താനാണ്. അപ്പോൾ കൂടുതൽ അത് നന്നായി പഠിക്കും. 5ാം ക്ലാസ്സിലെ കുട്ടികളായതുകൊണ്ട് വളരെ ലഘുവായ അല്ലേ, അധികം കട്ടിയില്ലാത്ത വാക്കുകൾ വെച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഉണ്ടാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. വലിയ ചോദ്യങ്ങളൊന്നും വേണ്ട, ചെറിയ ചോദ്യങ്ങൾ മാത്രം മതി. ഇപ്പോൾ ഇവിടെ നമുക്ക് ഓപ്ഷനിൽ കാണാം ഗ്രന്ഥ കർത്ത, 2 കോളങ്ങളായിട്ട് കാണാം. ഗ്രന്ഥത്തിൻ്റെ ആ കോളത്തിൽ താഴേക്ക് പഞ്ചതന്ത്രം, രാമായണം, മഹാഭാരതം, രഘുവംശ എന്നിവയാണ് കാണുന്നത്. കർത്താക്കളുടെ എഴുതിയ കോളത്തിൽ വിഷ്ണു ശർമ്മ, പഞ്ചതന്ത്രം എഴുതിയത് വിഷ്ണു ശർമ്മ, രാമായണം വാത്മീകി, മഹാഭാരതം എഴുതിയത് വേദവ്യാസ, രഘുവംശത്തിൻ്റെ വലതുവശത്തായിട്ട് കാളിദാസ എന്നിങ്ങനെ കാണാവുന്നതാണ്. അപ്പോൾ ഇടതുവശത്ത് പുസ്തകങ്ങളും അത് എഴുതിയ ആളുടെ പേരുകളാണ് വലതുവശത്ത് കാണുന്നത്. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, 5ാം ക്ലാസ്സിലെ കുട്ടികളായതുകൊണ്ട് വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഏകദേശം ഒരു മാതൃക ഇവിടെ കൊടുക്കുന്നുണ്ട്. നോക്കൂ, പഞ്ചതന്ത്രസ്യ കർത്താ കഹ, പഞ്ചതന്ത്രം എഴുതിയത് ആരാണ്? ആദികാവ്യം കിം, ആദികാവ്യം ഇത് നമ്മുടെ സംസ്കൃതം സ്കോളർഷിപ്പ് പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം ആയതുകൊണ്ട് അതൊന്ന് പഠിപ്പിക്കുന്നത് നല്ലതാണ്. ആദ്യകാവ്യം കിം, ആദികാവ്യം ഏതാണ്? രാമായണസ്യ കർത്താ കഹ, രാമായണം എഴുതിയത് ആരാണ്? മഹാഭാരതസ്യ കർത്താ കഹ, മഹാഭാരതം എഴുതിയത് ആരാണ്? ഭാരതസ്യ ഇതിഹാസൗ കൗ, ഭാരതത്തിൻ്റെ ഇതിഹാസ ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണ്? അത് 2 ആയതുകൊണ്ടാണ് ഇതിഹാസവും അല്ലേ, കൗ ഇതിഹാസം ഏതൊക്കെയാണ്? അപ്പോൾ രാമായണവും മഹാഭാരതവുമാണെന്ന് കുട്ടികൾക്ക് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇതിഹാസങ്ങളെ ഒന്ന് പരിചയപ്പെടുന്നത് നല്ലതാണ്. പിന്നെ അടുത്ത് രഘുവംശസ്യ കർത്താക്കഹ, രഘുവംശത്തിൻ്റെ കർത്താവ് ആരാണ്? ഇങ്ങനെ വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളാണ് കുട്ടികളിൽ നിന്ന് ഉണ്ടാവേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആവശ്യമായ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. മറ്റൊരു തരത്തിൽ നമുക്ക് കൊടുക്കാൻ സാധിക്കും, പഞ്ചതന്ത്ര കേന വിരചിതം, പഞ്ചതന്ത്രം ആരാൽ എഴുതപ്പെട്ടു. അതിലും നല്ലത് നമുക്ക് ഇത്തരത്തിൽ കിട്ടുന്നതാണ്. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ അവരെ പഠിപ്പിക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാവുന്നതാണ്. 29-ാം പേജിൻ്റെ ഏറ്റവും അവസാനം അധിഗതാഹ അംശാഹ, പഠിച്ചിരിക്കേണ്ട അവരറിഞ്ഞിരിക്കേണ്ട അംശങ്ങൾ, തിരിച്ചറിയേണ്ട അംശങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. കഥായാഹ ആശയം അവാഗച്ഛത്, കഥയുടെ ആശയം അവർ മനസ്സിലാക്കി. ഉചിത വർണ്ണലേപനം അക്കരോത്, ഉചിതമായ നിറം കൊടുത്തു. അടുത്തത് സാഭിനയം കഥാം അവാതരത്, അഭിനയസഹിതം കഥ അവതരിപ്പിച്ചു. ജീവജാലാനാം നാമാനി അവതത് അലിഖത് ച, ജീവജാലങ്ങളുടെ പേരുകൾ പറഞ്ഞു എഴുതി. അടുത്തത് നൂതന പദാനാം അർത്ഥം അലിഖത്,
പുതിയ പദങ്ങളുടെ അർത്ഥം എഴുതി. നമ്മൾ ആ ശബ്ദകോശത്തിൽ നിന്ന് അർത്ഥം എഴുതാൻ പറഞ്ഞില്ല, ആ പ്രവർത്തനമാണ് അല്ലേ. പിന്നെ ചിത്രപദകോശം നിർമ്മാത്, ചിത്രപദകോശം നിർമ്മിച്ചു. ലട്ട് ലകാരസ്യ പ്രഥമ പുരുഷസ്യ ഏകവചന ദ്വിവചന രൂപാണി വിവിച്ച അലിഖത്. നമ്മൾ ആ ഗർജതി അതുപോലെ ചലതഹ ചെയ്തില്ലേ, ആ പ്രവർത്തനം. പ്രശ്നോത്തര കേളിയും അക്കരോത്, പ്രശ്നോത്തര കേളി ചെയ്തു അല്ലേ, ക്വിസ് നടത്തി. അപ്പോൾ ഇത്രയുമാണ് ഈ പാഠം പഠിക്കുന്നതിലൂടെ കുട്ടികൾ ആർജിച്ചെടുക്കേണ്ട കഴിവുകൾ. ഇത് നേടിയെന്ന് ഉറപ്പുവരുത്തണമെന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇതോടുകൂടി അപ്പോൾ ഈ പാഠം അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ധന്യവാദ. ചാനൽ ഇഷ്ടപ്പെടുന്നവർ പരമാവധി ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്